ഹലോ ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-ഇയർ ഡിഗ്രി സെക്കൻഡ് സെമസ്റ്റർ മേജർ കോഴ്സാണ് നോക്കുന്നത്. സോ സബ്ജക്റ്റിൻ്റെ നെയിം ഇലക്ട്രോണിക്സ് 1. ടോട്ടൽ ക്രെഡിറ്റ് ഫോർ ദിസ് കോഴ്സ് ഈസ് 4. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് സിലബസിലേക്ക് പോകാം. സോ ഈ ഒരു സെമസ്റ്ററിൽ നമുക്ക് മേജർ കോഴ്സിൽ 4 മൊഡ്യൂൾസ് വരുന്നുണ്ട്. ഓക്കെ, സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾസിൻ്റെ നെയിം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ നോക്കാം. ഓക്കെ, സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മൊഡ്യൂൾ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മൊഡ്യൂൾ 1 സ്റ്റാർട്ടിങ് ഫ്രം സെക്ഷൻ 5.1 to 5.19 ആൻഡ് 7.2 to 7.10. ഈ സെക്ഷൻസ് വെച്ചിട്ടാണ് ഇനി ഡയറക്റ്റ് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകാം. ഓക്കെ, ഇതിൽ 4 യൂണിറ്റ്സ് വരുന്നുണ്ട്. സെമി കണ്ടക്ടർ, PN ജംഗ്ഷൻ, ബ്രേക്ക് ഡൗൺ ആൻഡ് ന്യൂ വോൾട്ടേജ്, സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്സ്. സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ 5.1 to 5.19 വരെ 5.20 ഇല്ല 5.19 വരെ നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂളിൽ ഉള്ള ടോപ്പിക്സാണ്. ഓക്കെ, സോ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമുക്കെല്ലാവർക്കും അറിയാം, അതായത് കണ്ടക്ടേഴ്സ് ഉണ്ട്. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ കണ്ടക്ട് ചെയ്യുന്ന ഏതൊരു സബ്സ്റ്റൻസിനെയും കണ്ടക്ടേഴ്സ് എന്ന് പറയും. അതുപോലെ തന്നെ ഇലക്ട്രോൺസിനെ കണ്ടക്ട് ചെയ്യാത്ത സബ്സ്റ്റൻസിനെ നമുക്ക് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയും. ഇപ്പോൾ കണ്ടക്ടറിന് എക്സാമ്പിൾ ആണെങ്കിൽ മെറ്റൽസ്, മെജോറിറ്റി ഓഫ് ദ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ്. ഓക്കെ, ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്ലാസ്. ഓക്കെ, ബട്ട് ഈ കണ്ടക്ടേഴ്സും അല്ല ഇൻസുലേറ്റേഴ്സും അല്ല, ഇവയ്ക്ക് രണ്ടിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു സബ്സ്റ്റൻസ്, ഒരു കാറ്റഗറി സബ്സ്റ്റൻസ് ഉണ്ട്. ആ സബ്സ്റ്റൻസിന് പറയുന്ന പേരാണ് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, സോ മെയിൻലി സെമി കണ്ടക്ടേഴ്സ് ആയിട്ടുള്ള മെറ്റൽസ്, സെമി കണ്ടക്ടേഴ്സ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് ജെർമേനിയം, സിലിക്കൺ ആൻഡ് കാർബൺ. ഓക്കെ, ദീസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ലൈക്ക് കോപ്പറിനെ പോലത്തെ ഗുഡ് കണ്ടക്ടേഴ്സുമല്ല, അതുപോലെ തന്നെ ഗ്ലാസിനെ പോലത്തെ ഇൻസുലേറ്റേഴ്സുമല്ല ഇവ. ബട്ട് ഇൻ ബിറ്റ്വീൻ ദിസ് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇവ. സോ ദീസ് ആർ കാൾഡ് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, നമുക്ക് വേറൊരു മെത്തേഡിൽ നമുക്ക് പറയാം, ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദിസ് മെറ്റീരിയൽ ലൈസ് ഇൻ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. അതായത് നമുക്കറിയാം, കണ്ടക്ടേഴ്സിൽ റെസിസ്റ്റിവിറ്റി വളരെയധികം ലോ ആയിരിക്കും. റെസിസ്റ്റിവിറ്റി ലോ ആയാൽ അത് ഈസിലി ആ ഒരു സബ്സ്റ്റൻസ് കണ്ടക്ട് ചെയ്യും. ഓക്കെ, കണ്ടക്ടേഴ്സിന് റെസിസ്റ്റിവിറ്റി ലോയും ഇൻസുലേറ്റേഴ്സിന് റെസിസ്റ്റിവിറ്റി ഹൈയും ആയിരിക്കും. ഈ കണ്ടക്ടേഴ്സിൻ്റെയും ഇൻസുലേറ്റേഴ്സിൻ്റെയും ഇൻ ബിറ്റ്വീൻ റെസിസ്റ്റിവിറ്റി ആയിരിക്കും സെമി കണ്ടക്ടേഴ്സിന് ഉണ്ടാവുക. സച്ച് സബ്സ്റ്റൻസസ് കാൾഡ് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് സെമി കണ്ടക്ടേഴ്സ് നമുക്ക് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ഒരു കമ്പോണൻസിൽ യൂസ് ചെയ്യാം. അതായത് ഇലക്ട്രോൺസിൽ മെജോറിറ്റി ഓഫ് ദ IC കമ്പോണൻസിലും ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ട്രാൻസിസ്റ്റേഴ്സിന് അടുത്ത മൊഡ്യൂളിൽ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് അവിടുന്ന് ഡീറ്റെയിൽഡ് ആയി നോക്കാം. ഓക്കെ, ഇൻ ദിസ് ചാപ്റ്റർ വി ഷാൽ ഫോക്കസ് ദ അറ്റൻഷൻ ഓഫ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് 5.1 സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോകാം. സോ എ സെമി കണ്ടക്ടേഴ്സ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഹാസ് റെസിസ്റ്റിവിറ്റി ഇൻ റെസിസ്റ്റിവിറ്റി 10⁻⁴ to 0.5 ohm meter in between conductors and insulators. എക്സാമ്പിൾ ജെർമേനിയം, സിലിക്കൺ, കാർബൺ എക്സെട്ര. ഓക്കെ, അതായത് റെസിസ്റ്റിവിറ്റി 10⁻⁴ അതുപോലെ തന്നെ 0.5 ഇടയിലാണ് എങ്കിൽ റെസിസ്റ്റിവിറ്റി 10⁻⁴ 0.5 ഇടയിലുള്ള സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, ദീസ് ആർ ഇൻ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. അതായത് കണ്ടക്ടേഴ്സിനാണ് എങ്കിൽ റെസിസ്റ്റിവിറ്റി വളരെയധികം ലോയും ആയിരിക്കും, ഇൻസുലേറ്റേഴ്സിനാണെങ്കിൽ കണ്ടക്ടിവിറ്റി വളരെയധികം ഹൈ ആയിരിക്കും. സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് വരുന്ന ടേബിളിൽ നിന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ് കോപ്പർ. കോപ്പർ ഈസ് എ ഗുഡ് കണ്ടക്ടർ. നമുക്ക് എല്ലാവർക്കും അറിയാം, കോപ്പറിനുള്ള റെസിസ്റ്റിവിറ്റി അപ്രോക്സിമേറ്റ്ലി 1.7 × 10⁻⁸ വാല്യൂ ആണ് വരുന്നത്. അതായത് 10⁻⁸ ആണ്. സോ ദർ ഇസ് എ മിനിമം റെസിസ്റ്റിവിറ്റി ആണ് കോപ്പറിന് ഉണ്ടാവുക.
സോ ഇറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ. ജെർമേനിയം ഇസ് എ സെമി കണ്ടക്ടർ ആണ്. ജെർമേനിയത്തിന് 0.6 ഓം മീറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഗ്ലാസ്. ഗ്ലാസ് ഇസ് ആൻ ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്ററിന് 9 × 10⁻11 ഓം മീറ്റർ ആണ് റെസിസ്റ്റിവിറ്റി വരുന്നത്. സോ റെസിസ്റ്റിവിറ്റി ഈസ് ഹൈ ഫോർ ഇൻസുലേറ്റേഴ്സ്. റെസിസ്റ്റിവിറ്റി ഹൈ ആണെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഓർ ഇറ്റ് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രോൺസ്. ഓക്കെ, ഇലക്ട്രോൺസിനെ കണ്ടക്ട് ചെയ്യാത്തതിന് പറയുന്ന പേരാണ് ഇൻസുലേറ്റേഴ്സ്. ഇലക്ട്രോൺസിനെ കണ്ടക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിന് പറയുന്ന പേരാണ് കണ്ടക്ടേഴ്സ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രീവിയസ് ക്ലാസ്സിൽ നിന്ന് അറിയാം, എന്നാലും ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് നിക്രോം. നിക്രോം ഈസ് റെസിസ്റ്റൻസ് മെറ്റീരിയൽ ആയിട്ടാണ് നിക്രോമിനെ കണക്കാക്കുന്നത്. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 10⁻⁻4 ആണ് റെസിസ്റ്റിവിറ്റി വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ 4 ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസിനെ പഠിച്ചു. ദാറ്റ് ഈസ് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ, റെസിസ്റ്റൻസ് മെറ്റീരിയൽ. ഓക്കെ, the next one is comparing the resistivities of above material. Comparing the resistivities of above materials. ഓക്കെ, നമുക്കറിയാം ഈ ഒരു ടേബിളിൽ നിന്ന് ജെർമേനിയത്തിൻ്റെ റെസിസ്റ്റിവിറ്റി ഈസ് ക്വൈറ്റ് ഹൈ ആസ് കമ്പയർ ടു കോപ്പർ. ഓക്കെ, കോപ്പർ ഈസ് എ ഗുഡ് കണ്ടക്ടർ. കോപ്പറിനേക്കാൾ റെസിസ്റ്റിവിറ്റി കൂടിയതാണ് ജെർമേനിയത്തിൻ്റെ റെസിസ്റ്റിവിറ്റി നമുക്കിവിടെ കിട്ടിയത് ടേബിളിൽ നിന്ന്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ക്വയറ്റ് ലോ വെൻ കമ്പയർ വിത്ത് ഗ്ലാസ്. ഗ്ലാസ് എന്ന് പറയുന്ന ഒരു ഇൻസുലേറ്റർ ആണ്. ഇൻസുലേറ്ററിന് ഹൈ റെസിസ്റ്റിവിറ്റിയാണ് വരുന്നത്. ആ ഹൈ റെസിസ്റ്റിവിറ്റി ആയിട്ടുള്ള ഗ്ലാസിനേക്കാൾ റെസിസ്റ്റിവിറ്റി കുറവായിരിക്കും ജെർമേനിയത്തിന്. അതുപോലെ തന്നെ ഹൈ കണ്ടക്ടർ ആയിട്ടുള്ള കോപ്പറിനേക്കാൾ റെസിസ്റ്റിവിറ്റി ഹൈ ആയിരിക്കും ഇതിന് ജെർമേനിയത്തിന് വരിക. സോ നമുക്ക് സിമ്പിളായിട്ട് ഇതിൽ നിന്ന് പറയാം, റെസിസ്റ്റിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ ഇസ് ലൈൻസ് ഇൻ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും ഇടയിലായിരിക്കും സെമി കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റിവിറ്റി വരിക. ഓക്കെ, സോ നമുക്ക് സെമി കണ്ടക്ടേഴ്സിനെ ഒരു റെസിസ്റ്റൻസ് മെറ്റീരിയൽ ആയിട്ട് എടുക്കാൻ കഴിയില്ല. ഓക്കെ, എടുക്കാൻ കഴിയില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഫോർ എക്സാമ്പിൾ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ നിക്രോം വിച്ച് ഇസ് വൺ ഓഫ് ദ ഹയസ്റ്റ് റെസിസ്റ്റൻസ് മെറ്റീരിയൽ, ദ റെസിസ്റ്റിവിറ്റി മച്ച് ലോവർ ദാൻ ജെർമേനിയം. ദിസ് ഷോസ് ദാറ്റ് ഇലക്ട്രിക്കലി ജെർമേനിയം cannot be regarded as a conductor or insulator or a resistance material. ഓക്കെ, നമുക്കറിയാം റെസിസ്റ്റൻസ് മെറ്റീരിയൽ ആയിട്ടുള്ള നിക്രോം മുകളിൽ ടേബിളുണ്ട്. ബട്ട് ദ റെസിസ്റ്റിവിറ്റി ഈസ് മച്ച് ലോവർ ദാൻ ജെർമേനിയം. ജെർമേനിയത്തിനേക്കാൾ വളരെയധികം റെസിസ്റ്റിവിറ്റി ലോ ആണ് റെസിസ്റ്റൻസ് മെറ്റീരിയൽ ആയിട്ടുള്ള നിക്രോമിന് വരുന്നത്. സോ നമുക്ക് ജെർമേനിയത്തിനെ റെസിസ്റ്റൻസ് മെറ്റീരിയൽ ആയിട്ടും കണക്കാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കണ്ടക്ടേഴ്സായിട്ടും കണ്ടക്ടേഴ്സിൻ്റെ ഗ്രൂപ്പിലും ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇൻസുലേറ്റേഴ്സിൻ്റെ ഗ്രൂപ്പിലും ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയില്ല. സോ ദിസ് ഗേവ് സച്ച് സബ്സ്റ്റൻസസ് ലൈക്ക് ജെർമേനിയം ഇൻ ദ നെയിം ഓഫ് സെമി കണ്ടക്ടേഴ്സ്. സോ ഈ 3 ഗ്രൂപ്പും അല്ലാതെ ദർ ഇസ് ആൻ അനദർ ഗ്രൂപ്പ് ദറ്റ് ഇസ് കോൾഡ് സെമി കണ്ടക്ടേഴ്സ്. ദർ ഇസ് എൻ എക്സാമ്പിൾ ദറ്റ് ഇസ് ജെർമേനിയം. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കമ്പൗണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി മാത്രമല്ല, ദർ ആർ അനദർ പ്രോപ്പർട്ടീസ് ടു ഡിസ്റ്റിങ്വിഷ് എ സെമി കണ്ടക്ടർ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇറ്റ് ഈസ് ജസ്റ്റ് പോസിബിൾ ടു പ്രിപ്പയർ ആൻ അലോയ് ഹൂസ് റെസിസ്റ്റിവിറ്റി ഫാൾസ് വിത്തിൻ റേഞ്ച് ഓഫ് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, അതായത് സെമി കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റിവിറ്റി റേഞ്ച് ഇല്ലേ, അതിൽ നമുക്ക് ആ റെസിസ്റ്റിവിറ്റി റേഞ്ചിൽ നമുക്കൊരു അലോയിനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയും. ബട്ട് ദിസ് അലോയ്സ് cannot be regarded as സെമി കണ്ടക്ടേഴ്സ്. പക്ഷേ ഈ അലോയ്സ് സെമി കണ്ടക്ടർ ആയിട്ട് നമുക്ക് ഒരിക്കലും ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, സോ സെമി കണ്ടക്ടേഴ്സ് ഹാവ് നമ്പർ ഓഫ് പെക്യുലിയർ പ്രോപ്പർട്ടീസ് വിച്ച് ഡിസ്റ്റിങ്വിഷ് ദം ഫ്രം കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് റെസിസ്റ്റൻസ് മെറ്റീരിയൽ. സോ നമുക്ക് സെമി കണ്ടക്ടേഴ്സിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് നോക്കാം ഓരോന്ന്. ദർ ആർ 3 പ്രോപ്പർട്ടീസ്. ഓക്കെ, ദ ഫസ്റ്റ് പ്രോപ്പർട്ടീസ് ഈസ് ദാറ്റ് റെസിസ്റ്റിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ ഇസ് ലെസ് ദാൻ ദ ഇൻസുലേറ്റർ ബട്ട് മോർ ദാൻ എ കണ്ടക്ടർ. സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്, ഒരു സെമി കണ്ടക്ടറിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്ററിനേക്കാൾ കുറവുമായിരിക്കും, കണ്ടക്ടറിനേക്കാൾ കൂടുതലുമായിരിക്കും. കണ്ടക്ടർ ഈസ് എ ലോ റെസിസ്റ്റൻസ് സബ്സ്റ്റൻസിനാണ്. സോ കണ്ടക്ടറിനേക്കാൾ കൂടുതലായിരിക്കും. ഇൻസുലേറ്റർ ഈസ് എ ഹൈ റെസിസ്റ്റൻസ് സബ്സ്റ്റൻസ് ആണ്. ഇലക്ട്രോണിനെ കടത്തിവിടില്ല ഇൻസുലേറ്റർ. സോ ഇൻസുലേറ്ററിനേക്കാൾ കുറവുമായിരിക്കും സെമി കണ്ടക്ടറിൻ്റെ റെസിസ്റ്റിവിറ്റി വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ടോപ്പിക്കാണ്. സെക്കൻഡ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സെമി കണ്ടക്ടേഴ്സ് ഹാവ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, ഈ ഒരു സെൻറ്റൻസ് ശ്രദ്ധിക്കുക. ഓക്കെ, എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്.
ദ റെസിസ്റ്റൻസ് ഓഫ് സെമി കണ്ടക്ടർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് വൈസ് വേഴ്സ. അതായത് നമുക്ക് ടെമ്പറേച്ചർ ഒരു സെമി കണ്ടക്ടർ ഉണ്ട്, ആ സെമി കണ്ടക്ടറിൻ്റെ ടെമ്പറേച്ചർ കൂടുന്തോറും അവയുടെ റെസിസ്റ്റൻസ് കുറയാനുള്ള പ്രോപ്പർട്ടി വളരെയധികം അധികമാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ജെർമേനിയം ഈസ് ആക്ച്വലി ആൻ ഇൻസുലേറ്റർ അറ്റ് ലോ ടെമ്പറേച്ചർ. ജെർമേനിയം വളരെയധികം ലോ ടെമ്പറേച്ചറിൽ അതൊരു ഇൻസുലേറ്റർ ആയിട്ടാണ്, അതായത് ഇലക്ട്രോൺസിനെ കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ, അതായത് ടെമ്പറേച്ചർ കുറയുമ്പോൾ റെസിസ്റ്റിവിറ്റി വളരെയധികം ഹൈ ആയിരിക്കും, ഓർ നമുക്ക് എന്ത് പറയാം, ഇൻസുലേറ്റർ എന്ന് പറയാം. അതായത് ലോ ടെമ്പറേച്ചറിൽ ഒരു ഇൻസുലേറ്റർ ആയിട്ടും അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചറിൽ ഒരു ഗുഡ് കണ്ടക്ടറുമായിട്ടും ജെർമേനിയം ആക്ട് ചെയ്യും. ഓക്കെ, ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ലോ റെസിസ്റ്റൻസ് ആണ്, ലോ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഗുഡ് കണ്ടക്ടർ ആണ്. അതായത് ഹൈ ടെമ്പറേച്ചറിൽ ഗുഡ് കണ്ടക്ടറും ലോ ടെമ്പറേച്ചറിൽ ഇൻസുലേറ്റർ ആയിട്ടും ആക്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് തേർഡ് പ്രോപ്പർട്ടി. തേർഡ് പ്രോപ്പർട്ടി ഈസ് നത്തിങ് ബട്ട് ഡോപ്പിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, when a suitable metallic impurity like arsenic and gallium is added to a semiconductor, its current conducting properties change appreciably. ഓക്കെ, നമുക്കറിയാം, നമുക്ക് മെയിൻലി ഉള്ള സെമി കണ്ടക്ടേഴ്സാണ് ജെർമേനിയം ആൻഡ് സിലിക്കൺ. ഈ ജെർമേനിയത്തിനെയും സിലിക്കണിനെയും, അതിൻ്റെ ജെർമേനിയം സിലിക്കണൊക്കെ വരുന്നത് 6th ഗ്രൂപ്പിലാണ് വരുന്നത് സെമി കണ്ടക്ടേഴ്സ്. ഇതിനെ 5th ഗ്രൂപ്പിലുള്ള എലമെൻസുമായിട്ടും 7th ഗ്രൂപ്പിലുള്ള എലമെൻസുമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഡോപ്പ് ചെയ്യും. ഡോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്ന് എന്ത് ചെയ്യുക, 5th ഗ്രൂപ്പിലുള്ള എലമെൻറ്റും 7th ഗ്രൂപ്പിലുള്ള എലമെൻറ്റും ഈ ഒരു 6th ഗ്രൂപ്പിലുള്ള സിലിക്കണിലേക്കും ജെർമേനിയത്തിലേക്കും സിലിക്കൺ ആൻഡ് ജെർമേനിയം സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. ആ ഒരു ആഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീനെയാണ് എന്ത് പറയുന്നത്, ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡോപ്പിംഗ് പ്രോപ്പർട്ടി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അങ്ങനെ ഡോപ്പ് ചെയ്തിട്ടാണ് പി ടൈപ്പ് സെമി കണ്ടക്ടറും അതുപോലെ തന്നെ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ഡോപ്പിംഗ്. We can discuss it later. Okay, ഇതിൽ ഗാലിയം 5th ഗ്രൂപ്പ് എലമെൻറ്റും അതുപോലെ തന്നെ ആർസനിക് 7th ഗ്രൂപ്പ് എലമെൻറ്റുമാണ്. ഓക്കെ, സോ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. സോ 5.1 കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് 5.2 കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.